ഹായ് വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് ക്ലാസസ് ബയോളജി. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെർമിക്കൾച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് വെർമിക്കൾച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് എർത്ത് വോം, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എർത്ത് വോം സ്പീഷീസുകൾ ഏതൊക്കെയാണ്, വെർമി കമ്പോസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വെർമിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർമിക്കൾച്ചർ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേമാണ്. അതായത് നമ്മൾ എൻവയോൺമെൻറ്റൽ പർപ്പസസിന് വേണ്ടിയിട്ടോ അഗ്രികൾച്ചറൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടോ എർത്ത് വോമിനെ റിയർ ചെയ്യുന്ന, ബ്രീഡ് ചെയ്യിപ്പിക്കുക, റേസ് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ പ്രൊസീജിയറിനെയൊക്കെയാണ് നമ്മൾ വെർമിക്കൾച്ചർ എന്ന് പറയാം. സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ യൂസസിന് വേണ്ടി, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആൻഡ് അതർ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണിരകളെ വളർത്തുന്ന പ്രൊസീജിയറിനെയാണ് വെർമിക്കൾച്ചർ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഒരു മെയിനായിട്ടുള്ള ടേമാണ് വെർമി കമ്പോസ്റ്റിങ്. വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് വേസ്റ്റസുകൾ ഉണ്ടാവുമല്ലോ, ജൈവ മാലിന്യങ്ങൾ, ഇതിനെയൊക്കെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സുകളാക്കിയിട്ട് മാറ്റുന്ന പ്രൊസീജിയറിനെയാണ് വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എർത്ത് വോമുകളാണ്, അതുകൊണ്ടാണ് ഇതിന് വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വെർമി വാഷാണ്. വെർമി വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെർമി കമ്പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൈ പ്രോഡക്റ്റായിട്ട് നമുക്കൊരു ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കിട്ടും. ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനൊക്കെ ഭയങ്കര ബെനഫിറ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. ആ ഒരു ഫെർട്ടിലൈസറിനെയാണ് നമ്മൾ വെർമി വാഷ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ എന്താണ് വെർമി കൾച്ചർ, വെർമി കമ്പോസ്റ്റ് എന്താണ്, ആൻഡ് ദെൻ വെർമി വാഷ് എന്താണ്, ഈ 3 ടേം നമ്മൾ എന്താണെന്നുള്ളത് പരിചയപ്പെട്ടു. ഇനി നമുക്ക് പറയാനുള്ളത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് നമ്മൾ വെർമി കമ്പോസ്റ്റിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പീഷീസിന് ഉപയോഗിക്കുന്നത്, ഏതൊക്കെയാണ് ആ സ്പീഷീസ് എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്താണ് റെഡ് വിഗ്ലർ. റെഡ് വിഗ്ലറാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മണ്ണിര ആൻഡ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വെർമി കൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും റെഡ് വിഗ്ലറാണ്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് റെഡ് വിഗ്ലറിനെ ഇതിന് ഇത്ര സ്പെഷ്യാലിറ്റി കൊടുക്കാനുള്ള കാരണം നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇവർക്ക് ഭയങ്കര എക്സ്ട്രീം ടോളറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർക്ക് വേരിയൻ്റ് ആയിട്ടുള്ള pH, അതേപോലെ മോയ്സ്ചർ കണ്ടൻറ്റിനോടൊക്കെ ഇവർക്ക് അഡാപ്റ്റ് ആവാനും സർവൈവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഏരിയയിൽ നമുക്കിവരെ റിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, റാപ്പിഡ് റീപ്രൊഡ്യൂസ് നടക്കും. ഇവരുടെ ലൈഫ് സൈക്കിൾ ഭയങ്കര ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മൾ വെർമി കമ്പോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് വിഗ്ലേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തന്നെ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ടാകും, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. കാരണം ഇവർക്ക് റീപ്രൊഡക്ഷൻ ഭയങ്കര ഫാസ്റ്റാണ്, അതിൻ്റെ പോപ്പുലേഷൻ പെട്ടെന്ന് തന്നെ ഡബിളായിട്ട് മാറും. പിന്നെ ഹൈ അപ്പറ്റൈറ്റ് ഉണ്ട്, അതായത് ഇവരുടെ ഫുഡ് കൺസംഷൻ ഭയങ്കര കൂടുതലാണ്. അതായത് ഇവരുടെ വെയിറ്റ് എത്രയുണ്ടോ അത്ര തന്നെ ഫുഡ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പെർ ഡേ ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവർ സർഫേസ് ഡ്വെല്ലറാണ്, അതായത് സ്റ്റേസ് ഇൻ ദ ടോപ്പ് ലെയർ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് റെഡ് വിഗ്ലേഴ്സിൻ്റെ പ്രത്യേകതകൾ. ഒന്ന്, എക്സ്ട്രീം ടോളറൻസ് ഉണ്ട്, ഹൈ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ആൻഡ് ഹൈ അപ്പറ്റൈറ്റ്. ഇതാണ് 3 മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ്, ആഫ്രിക്കൻ നൈറ്റ് ക്രോളർ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലാർജ് സൈസാണ്. അപ്പോൾ നല്ല സൈസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരുടെ അപ്പറ്റൈറ്റ് കൂടുതലായിട്ട് ഇവർ ഫുഡ് കൺസംഷൻ നടത്തും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഡീകമ്പോസിഷൻ നടക്കുകയും ചെയ്യും. അതേപോലെ ഇവരെന്താണ്, ഹീറ്റ് ലവേഴ്സാണ്. ഇപ്പോൾ ഹീറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ ട്രോപ്പിക്കൽ റീജിയനിലുള്ള വെർമി കമ്പോസ്റ്റസുകൾക്കൊക്കെ കൂടുതൽ ആഫ്രിക്കൻ നൈറ്റ് ക്രോളേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവർക്ക് ആ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ ഹീറ്റിനോട് സർവൈവ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെയാണ് ഇവരെന്താണ്,
ഫാസ്റ്റ് ഗ്രോവർ, പെട്ടെന്ന് മെച്യൂർ ആയിട്ട് മാറും. അതേപോലെ ഇവർക്ക് ഡ്യുവൽ പർപ്പസസ് ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ വെർമി കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആൻഡ് ദെൻ ഇവരുടെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ടും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ നൈറ്റ് ക്രോളേഴ്സിനെയാണ്. നെക്സ്റ്റ് ഇന്ത്യൻ ബ്ലൂ വേം. അതൊരു ബ്ലൂ കളറിലാണ് നമ്മുടെ ഇന്ത്യൻ ബ്ലൂ വേം ഉണ്ടാവുക. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീപ്രൊഡക്ഷൻ റേറ്റ് കൂടുതലാണ്. ഹൈ ടെമ്പറേച്ചറിലും ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടത്താനും പറ്റും. സോ ഇത് മൂന്നാണ് മെയിനായിട്ടുള്ള വേർമി കൾച്ചറിന് നമ്മൾ ഉപയോഗിക്കുന്ന വേംസുകൾ എന്ന് പറയുന്നത് ഇവർ 3 പേരുമാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ലൈഫ് സൈക്കിൾ ഓഫ് എർത്ത് വോമാണ്. സോ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ അല്ല എർത്ത് വോമുകൾക്കുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് സൈക്കിളാണ് എർത്ത് വോമിൻ്റെ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് വോംസുകൾ എന്ത് ചെയ്യുന്നു, കോപ്പുലേറ്റ് ചെയ്യുന്നു. ആൻഡ് കോപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എഗ്ഗ് ഉണ്ടാകും. എഗ്ഗ് കോക്കോൺ ആയിട്ട് മാറും. കോക്കോണിൻ്റെ ഉള്ളിൽ യങ് എർത്ത് വോംസുകൾ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദെൻ ഒരു പീരിയഡിന് ശേഷം അവർ ഹാച്ച് ഔട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരും, ജുവനൈലാകും, അഡൾട്ടാകും. അത്രയേ ഉള്ളൂ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇതിൽ ജുവനൈൽ ആൻഡ് അഡൾട്ട് വോം തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണ് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? എന്താണ്? ഒരു ക്ലിറ്റല്ലത്തിൻ്റെ പ്രസൻസ് അല്ലേ? ജുവനൈൽ ഫേസിൽ ക്ലിറ്റല്ലം ആബ്സെൻ്റ് ആയിരിക്കും. പക്ഷേ അഡൾട്ടായി മാറുന്ന സമയത്താണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ക്ലിറ്റല്ലം ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈഫ് സൈക്കിൾ ഓഫ് എർത്ത് വോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്താണ് മസ്കുലാർ ഗിസാർഡ്. ഇപ്പോൾ ഗിസാർഡ് എന്ന് പറയുന്ന ഓർഗൻ ബേഡ്സിലൊക്കെ കാണാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിനെ ചവച്ചരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പം നമ്മുടെ ബേഡ്സിനായിക്കഴിഞ്ഞാലും മണ്ണിരകൾക്കായിക്കഴിഞ്ഞാലും ഇവർക്കൊന്നും എന്തില്ല, നമ്മുടെ ഹ്യൂമൻസിനെ പോലെ പല്ലുകളില്ല ഫുഡിനെ ചവച്ചരക്കാൻ വേണ്ടിയിട്ട്. സോ ഇവർക്ക് ഒരു മസ്കുലാർ ഓർഗനാണ് പല്ലിന് പകരമായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഗിസാർഡ് എന്ന് പറയാം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എർത്ത് വോം ദേ ആൾസോ ഇൻജസ്റ്റ് soil particles. So they have a very strong muscular gizzard which have the ability to grind the soil particles also. Next is a long intestine. So the body of the earthworm is elongated. അതേപോലെ തന്നെ അവർക്ക് ലോങ് ആയിട്ടുള്ളൊരു ഇൻറ്റസ്റ്റൈനും ഉണ്ട്. ഈ ഇൻറ്റസ്റ്റൈനിലുടനീളം ഇവർക്ക് സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് മെനി മൈക്രോബ്സ് ആർ പ്രസൻറ്റ്. So these microbes helps to break down the nutrients of the organic matter and also ഇവരെന്ത് ചെയ്യുന്നു, കൂടുതൽ പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എക്സ്ക്രീറ്റ ഓഫ് ദ എർത്ത് വോം അതിനെ ഫെർട്ടിലൈസേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ ഒരു മൈക്രോബ്സുകളാണ്, അവരുടെ ഗട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന മൈക്രോബ്സുകളാണ്. നെക്സ്റ്റ് ഇവർ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് നടത്തുന്നത്. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ മണ്ണിലെ മോയ്സ്ചറിനോട് ഭയങ്കര സെൻസിറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. മോയ്സ്ചർ ഉള്ള ഭാഗങ്ങളിലാണ് മണ്ണിരകൾ കൂടുതലായിട്ടും കാണപ്പെടുക. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയകളിൽ എർത്ത് വോംസ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇവർക്ക് സ്കിന്നിലൂടെയാണ് ഒരു ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മോയ്സ്റ്റ് എൻവയോൺമെൻറ്റിനോട് കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എർത്ത് വോമിനെ അതിൻ്റെ ഹാബിറ്ററ്റിനോടുള്ള അഡാപ്റ്റേഷൻസുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു 3 മെത്തേഡ്സ് ഓഫ് വെർമി കമ്പോസ്റ്റിംഗ് നോക്കാം. അപ്പോൾ ഒന്നാമത്താണ് പിറ്റ് മെത്തേഡ്. അപ്പോൾ ഇത് പേരിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പിറ്റ് ഉണ്ടാക്കും, അതൊരു കുഴി ഉണ്ടാക്കും. ദെൻ ഈ കുഴിയിൽ നമ്മൾ സാധാരണ പച്ചിലകൾ കൊണ്ട് അല്ലെങ്കിൽ വൈക്കോലൊക്കെ കൊണ്ട് ഒരു ബെഡ് ഫോം ചെയ്യും. ആൻഡ് ദെൻ അതിൻ്റെ മേലെയാണ് നമ്മൾ ഓർഗാനിക് വേസ്റ്റസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, സോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കുറച്ച്, ആൻഡ് ദെൻ എർത്ത് വോമിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഇങ്ങനെ ഉള്ള മെത്തേഡ് ഉണ്ട്. വെർമി കമ്പോസ്റ്റിൻ്റെ മെത്തേഡാണ് ബെഡ് ഓർ പിറ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഈ മണ്ണിരകൾ ഇതിലുള്ള ഓർഗാനിക് വേസ്റ്റസിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് വെർമി കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വെർമി കമ്പോസ്റ്റ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റ് പിറ്റിൻ്റെ പുറത്തൊരു ഭാഗത്ത് കൂട്ടിയിട്ട് കൊടുക്കും. സോ ഈ പിറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഈ വേംസുകളെ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, പുതിയ വേസ്റ്റസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പിറ്റിൻ്റെ ഉള്ളിൽ ഓൺലി വെർമി കമ്പോസ്റ്റ് മാത്രമായിരിക്കും ലെഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതിന് നമുക്ക് ശേഖരിക്കാനും ആൻഡ് ദെൻ പുതിയ ഓർഗാനിക് വേസ്റ്റസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മണ്ണിരകളെ നെക്സ്റ്റ് വെർമി കമ്പോസ്റ്റിങ്ങിലേക്ക് യൂസ് ചെയ്യാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് മെത്തേഡാണ് വിൻഡ്രോ മെത്തേഡ്. ഇപ്പോൾ വിൻഡ്രോ മെത്തേഡ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ലാർജ് സ്കെയിലിൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെർമി കമ്പോസ്റ്റ് ആവശ്യമുള്ള സമയത്താണ് വിൻഡ്രോ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ വിൻഡ്രോ മെത്തേഡിൽ നമ്മുടെ ഓർഗാനിക് വേസ്റ്റസിനെ നേരോ ആയിട്ട് ഇലോങ്ങേറ്റഡ് ആയിട്ട് നമ്മൾ ഓർഗാനിക് വേസ്റ്റസുകൾ വെക്കും, അതിലേക്ക് എർത്ത് വോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് എയറേഷൻ നടക്കുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ കവർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൻഡ്രോ മെത്തേഡ് ചെയ്യുന്നത്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ആണ്. ഇനി നമുക്ക് സ്മോൾ എമൗണ്ടിൽ മാത്രം വെർമി കമ്പോസ്റ്റ് മതിയെങ്കിൽ നമ്മൾ ടവർ മെത്തേഡാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ബാസ്ക്കറ്റസുകൾ ഉണ്ടാകും കുറേ, അതിങ്ങനെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ലെയറിലും ഓർഗാനിക് വേസ്റ്റസുകൾ ഉണ്ടാകും. ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് എർത്ത് വോംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ഓർഗാനിക് വേസ്റ്റസിനെ എല്ലാം ഈ എർത്ത് വോമുകളെ ഫുഡാക്കി ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്യും. ആൻഡ് ഡീകമ്പോസ് ചെയ്തിട്ട് ടോപ്പ് ലെയറിലുള്ള അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു മെഷ് ഉണ്ടാകും, അതിലൂടെ എർത്ത് വോമിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൂടെ നെക്സ്റ്റ് ഈ ടവറിലെ നെക്സ്റ്റ് ഒരു പാത്രത്തിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോപ്പ് ലെയറിലുള്ള വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കാം. ആൻഡ് ദെൻ ഉപയോഗിച്ചതിന് ശേഷം നമുക്കതിൽ വീണ്ടും ഓർഗാനിക് വേസ്റ്റസുകളാക്കിയിട്ട് ഈ ടവറിൻ്റെ ഏറ്റവും താഴെ വെക്കാനും വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഓരോ ലെയറിലെയും ഉള്ള ഓർഗാനിക് വേസ്റ്റസുകൾ കഴിയുന്നതിനനുസരിച്ച് ഈ എർത്ത് വോമുകൾ നെക്സ്റ്റ് ലെയറിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മേലെയുള്ള വെർമി കമ്പോസ്റ്റ് എടുക്കുക, സെയിം സാധനത്തിൽ തന്നെ പുതിയ ഓർഗാനിക് വേസ്റ്റസുകൾ ഫില്ല് ചെയ്തിട്ട് ടവറിൻ്റെ ഏറ്റവും താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ടവർ മെത്തേഡ്. സോ മെത്തേഡ് ഓഫ് വെർമി കമ്പോസ്റ്റിങ് മെയിനായിട്ട് 3 ഉള്ളത്. ആകെ 3 ഉള്ളൂ എന്നല്ല, മെയിനായിട്ട് 3 ഉള്ളത്. ഒന്ന് പിറ്റ് മെത്തേഡ്, 2 വിൻഡ്രോ മെത്തേഡ്, 3 ടവർ മെത്തേഡാണ്. സോ ഇത്രയേ ഉള്ളൂ വെർമി കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ വെർമി കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇതുപോലത്തെ കൂടുതൽ BSc, MSc, B.Ed ആൻഡ് 8th to +2 വരെയുള്ള ബയോളജി കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു.